ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു കിടിലൻ റെസിപ്പി തന്നെയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് കൊണ്ട് നമ്മൾ ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കിയാലോ. ഇതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോ സോസും കൂടെ ഉണ്ടെങ്കിൽ സെറ്റായിരിക്കും കേട്ടോ. അപ്പോൾ സോസ് ഇല്ലാത്തവരാണെങ്കിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ വീഡിയോൻ്റെ. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 8 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ചെറിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ വലുതാണെങ്കിൽ ഒരു 6 എണ്ണമൊക്കെ മതിയാവും. അപ്പോൾ ഞാനൊരു 8 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അത് നല്ല വൃത്തിയിൽ കഴുകിയിട്ട് കുക്കറിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യണത്. ഇനി അതല്ല നിങ്ങൾക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിലും കുറച്ചും കൂടെ ഈസി ഈ മെത്തേഡിനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. അപ്പോൾ ഞാനിതാ ഇവിടെ എല്ലാ ഉരുളക്കിഴങ്ങും ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തൊലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇവിടെ ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് തൊലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ ഞാൻ എല്ലാ ഉരുളക്കിഴങ്ങും ഉടച്ചെടുത്തിട്ടുണ്ട്. ഉടച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തെടുക്കണം. ആദ്യം തന്നെ ഞാൻ ഒരു കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ അതാ 1/2 ടീസ്പൂൺ വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതവിടെ ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് നമ്മൾ ഉരുളക്കിഴങ്ങിൽ എങ്ങനെയാണോ ഇട്ടിട്ടുള്ളത് അത് നോക്കുക കേട്ടോ. കൂടുതലാണെങ്കിൽ പിന്നെ ഉപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് വേവിക്കുമ്പോൾ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിനാണ് ഞാൻ ലേശം ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതിനുശേഷം നല്ല രീതിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല രീതിയിൽ ഞാൻ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്നും ഓരോ ബോൾസ് എടുക്കാം. ഇനി കയ്യിൽ വെച്ച് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുത്തതിന് ശേഷം ഒരു ഹോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നല്ലൊരു വട ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടും. ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും കൂടെ ഇതുപോലെ വട പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി കഴിയുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി കഴിയുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ വട ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 4 വട ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ വേണമെങ്കിൽ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റി വെക്കാം. അപ്പം വളരെ പെർഫെക്റ്റായിട്ട് നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ സോസും കൂട്ടി ഇത് കഴിക്കാൻ ഭയങ്കര നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.